ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു കുട്ടി പർച്ചേസിങ്ങിന് പോവാണ്. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു സ്കൂൾക്കും ആയിട്ട്. പിന്നെ എനിക്ക് ഫ്രെയിം വാങ്ങാണ്ടായിരുന്നു, അത് ചിലപ്പോൾ കിട്ടത്തുള്ളൂ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയിലായിട്ടാണ് പോകുന്നത്. നമ്മൾ കുന്നുംപുറം എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ആദ്യം പോകേണ്ടത് നമുക്ക് ബാങ്കിലേക്കാണ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയപ്പം ATM പോയപ്പം അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോയി ഇസാഫക്ക്. അപ്പോൾ ഉമ്മ പറഞ്ഞു അവിടെ പോവാന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആളുടെ കഴിഞ്ഞ് കയറി. അവിടെ പിന്നെ AC ഉണ്ടായതുകൊണ്ട് നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഞാനിനി അടുത്ത സ്റ്റെപ്പാക്കിയതായിരുന്നു. അപ്പോൾ ഉമ്മ ആദ്യം കുറച്ച് പൈസ പിന്നെ കുറച്ച് പൈസ അങ്ങനെയാണ് എടുത്തത്. അത് ആദ്യത്തെ ട്രിപ്പിൽ മുഴുവൻ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ എനിക്ക് തന്നു കേട്ടോ. അപ്പം ഞാൻ ഉമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂ ഒക്കെ അടിച്ചു. പിന്നെ നമ്മൾ എസ് അടിച്ചു. അപ്പം ഞാൻ അടിച്ച് ക്യാഷ് ഇപ്പം വരും കേട്ടോ താഴെക്കൂടെ ദൈവം. അപ്പോൾ ഉമ്മച്ചി അതെടുത്തു. പിന്നെ നമ്മൾ ഇസാഫിനോട് താങ്ക് യു ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അൽറാസിലേക്കാണ് പോയത് ഉമ്മച്ചിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ആകെ മൂഞ്ചി ഗൈസ്. അവിടെ ആളില്ലായിരുന്നു. ആൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. നമ്മൾ അടുത്ത കരിക്ക് ഷോപ്പിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും മൂഞ്ചി. നമ്മൾ മലബാറിലേക്ക് പോയി. മലബാറിൽ ഉമ്മച്ചി പറഞ്ഞു നമുക്കൊരു സാധനം വാങ്ങാൻ. അപ്പോൾ സാധനത്തിൻ്റെ പേരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉമ്മച്ചി പറഞ്ഞു നമുക്ക് നഗറ്റ്സ് വാങ്ങാം. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് പറ്റില്ല നഗറ്റ്സ് വാങ്ങാൻ പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും വാങ്ങാം. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് നോക്കാം, റൈറ്റൊക്കെ നോക്കാം. അങ്ങനെ നമ്മളെല്ലാം ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ ആളെ വിളിച്ചപ്പോൾ ആളൊക്കെ ഇങ്ങനെ എടുത്തു തരികയാണ്. ആ നേരം കൊണ്ട് എനിക്ക് അവിടെ ഒരു പണിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഡയറി മിൽക്കിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയി. അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ചിലപ്പം ഇതൊക്കെ കിട്ടത്തുള്ളൂ, ചോദിച്ചാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ ആഗ്രഹം വെച്ചില്ല. പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഉമ്മച്ചി എന്നോട് പറഞ്ഞു നമുക്ക് ചെറിയ പാക്കറ്റ് വാങ്ങാം. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് വലുത് വാങ്ങാം, അതായിരിക്കും നന്നാവുക, 1 kg വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 1 kg വലിയ പാക്കറ്റാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ സെലക്ട് ചെയ്തപ്പം ഇതിന് 635 ആണ് റുപ്പീസ് വരുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ മെസ്സാറിന് വന്നത് നമുക്കതിനെ വാങ്ങാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് എത്രയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു തരുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു ഇങ്ങനെയാണ്. അപ്പോൾ അതിന് നല്ല റേറ്റാണ്. അപ്പോൾ ഒന്ന് ചൈമക്ക് നോക്കിയില്ല. അപ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ഐസ്ക്രീമിലേക്ക് ഇങ്ങനെ നോക്കി. പിന്നെ ഇങ്ങനെ അവിടെ പോയി ചുറ്റിക്കറങ്ങുക. അതാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് മിഠായി നോക്കിയപ്പോൾ അവിടെ മാഷ്മെല്ലോ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാലമായി മാഷ്മെല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞപ്പോൾ ഉമ്മച്ചി വന്ന് വാങ്ങി തരാം. പിന്നെ നമ്മൾ സാധനം ബില്ലൊക്കെ കൊടുത്തു. നമ്മൾ മെഡിസിൻ വാങ്ങി പോന്നു. പിന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ എത്തി ഉമ്മച്ചിക്ക് മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പനിക്കുള്ള ഗുളികയും പിന്നെ ഉമ്മച്ചിക്ക് എന്തൊക്കെയൊക്കെ വാങ്ങിക്കാനുണ്ടാവും. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ വെജിറ്റബിളിൻ്റെയും പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഷോപ്പിലേക്കാണ് നേരെ വിട്ടത്.
അപ്പം അവിടെ എത്തി നല്ല കട്ട പോസിറ്റീവായിരുന്നു. എനിക്ക് യാതൊരു അറിവില്ലായിരുന്നു. ഇവിടെയുള്ള നല്ല ഉഷാറിൽ പോയിരിക്കുന്നു. ഉച്ചക്ക് 2-3 സാധനം വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ലാണ്ട് ഒരുപാട് സാധനം വാങ്ങാണ്ട്. നമ്മൾ അവിടെ എത്തിയപ്പോൾ അമ്മച്ചിങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത്ര സാധനങ്ങളാണോ? പിന്നെ ഞാനാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ നല്ല കട്ട പോസ്റ്റിങ്ങിലാണ്. കാരണം എത്ര നേരമെന്ന് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴോ വന്നതാണ്. ഇപ്പോഴാണ് എല്ലാം കുറച്ചൊക്കെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ പാക്കാക്കിയിട്ട് തരുന്നില്ല. ഞാനിടയിലും കട്ടായിട്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി കയറിയപ്പോൾ അവിടെയും കിട്ടും. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പം വെച്ച് പറഞ്ഞു ഞാൻ അടുത്ത കടയിൽ പോയിട്ട് വരാം, ഇപ്പോൾ ഈ ബില്ല് ക്യാഷ് ബാക്കി പോയി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കാക്ക വേഗം എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൈസയൊക്കെ തന്നു. അപ്പോൾ ഞാൻ വേഗം എൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ കാക്ക പറഞ്ഞു എന്നാൽ എൻ്റെ ബില്ലെന്ന്. അപ്പം കാക്ക വേഗം എടുത്തു തന്നു. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ കാക്ക വേഗം എടുത്തു തന്നു. പിന്നെ നമ്മളതായിട്ട് ഉമ്മൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഉമ്മ പറഞ്ഞു ഈ പൈസ കൊടുത്തിട്ട് നീ പാസ്ത പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ പാസ്ത വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെയും കുറച്ച് നേരം നിന്നു കേട്ടോ. പാസ്ത എടുക്കുന്ന ടൈം അത്രയൊന്നും എനിക്ക് ഇല്ലായിരുന്നു. അതിനേക്കാളായിരുന്നു ഞാൻ നേരത്തെ വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട് നിന്നത്. പിന്നെ നമ്മൾ പൈസയൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ നഗറ്റ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് കടയിലേക്ക് ചെന്നു.